ദിലീഷ് അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടില്ലേ തെന്നാരമാക്കയിൽ ദയാനന്ദേട്ടൻ്റെ കൃഷിയിടത്തിലാണ്. പുതിയ രീതിയാണ്. ഞാനിവിടെ എടുത്തൊന്നും കാണാത്ത രീതിയിലാണ് വെണ്ടക്ക, ചിരങ്ങ, പയറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ദയാനന്ദേട്ടനോട് നമുക്ക് ചോദിക്കാം. ദയാനന്ദേട്ടാ, ഞാൻ നിങ്ങളെ കൃഷിയിടം കുറേ ആയി കാണാതിരിക്കണത്. അപ്പോൾ ഇന്ന് വന്നത് ഇപ്പോൾ ഇരുളിലുള്ളൊരു ദിവസമായിപ്പോയി. അപ്പോൾ നമുക്ക് അതിന് നിങ്ങൾ ഈ ചിരങ്ങ ഉണ്ടാക്കണതും ഇതിൻ്റെ വിൽപ്പന വിൽപ്പനയൊക്കെ ഞാൻ കണ്ടിക്കണ്. നമ്മൾ TMH ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് വിൽക്കണതാണ്. അതൊരു വീഡിയോ എടുക്കണമെന്ന് കരുതി, പക്ഷേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് ഇവിടെ പുതിയ കർഷകർ വരുന്നവരോടൊക്കെ ഒന്ന് പറഞ്ഞെടുത്തേ. കൃഷി എങ്ങനെ ചെയ്യണം, എങ്ങനെ നമുക്ക് ലാഭകരമാക്കാം. ലാഭകരം എന്ന് പറഞ്ഞാൽ ചിരങ്ങ കൃഷിയിൽ എനിക്ക് ലാഭം തന്നെയാണ്. പിന്നെ ഞാൻ അങ്ങനെ ഏര് ഉയർത്തിയിട്ട് ഇത് ഒന്നാമത് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വെള്ളക്കെട്ടുകൊണ്ടും വേനൽക്കാലത്ത് വെള്ളം ഇല്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, വല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പിന്നെ ചിരങ്ങേൻ്റെ വള്ളിയൊക്കെ പഴുത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 ദിവസം പിന്നെ വെള്ളം നിന്നുകൊണ്ടാ അതൊരു നല്ല ഉഷാറിലായിരുന്നു. നല്ല ഇതിപ്പോൾ 2.5 മാസമായില്ലേ? ഇതിപ്പോൾ 2.5 മാസം. ഇതിന് വളം ഇംഗ്ലീഷ് വളം അങ്ങനെ ഉപയോഗിക്കില്ല. കാര്യമായിട്ട് കോഴിവളം കടലപ്പിണ്ണാക്കാണ്. അതിങ്ങനെ 30 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും. പിന്നെ മണ്ണ് കയറ്റി കൊടുക്കും. ജനങ്ങളെ സഹകരണം എങ്ങനെ? ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ മുഴുവൻ വിറ്റ് തീർന്നിട്ടേ കിട്ടി വരല്ലോ. ഇടനിലക്കാരില്ലാണ്ട് നേരിട്ട് കർഷകർക്ക് കൊടുക്കും. അത്യാവശ്യം വിലയും. അത് 10 വർഷമായിട്ട് ഞാൻ 10-11 വർഷമായി ഈ കൃഷി തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പിന്നെ എന്നെ അറിയില്ല. സാധനം വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ അനുഭവത്തിൻ്റെ മുകളിൽ എല്ലാവരും സാധനം കാണുമ്പോൾ തന്നെ വാങ്ങൂല. പിന്നെ കാര്യമായിട്ട് ഞാൻ ചീരകൃഷിയാണ് ചെയ്യാറ്. എല്ലാ സീസണിലും കൃഷി ഉണ്ടാവും. ഏപ്രിൽ മാസത്തോടു കൂടി ഇതിൽ ഇവിടെ വെള്ളം ഇല്ലാണ്ടാവും. അപ്പോൾ അതുവരെ വെള്ളം തീർന്നാൽ പിന്നെ കൃഷി നിർത്തില്ല. അങ്ങനെയാണ് തുടങ്ങാൻ മെയ് 15 ആകുമ്പോൾ ഞാൻ വിത്തരും. മെയ് 15 വിത്തിട്ടാൽ മെയ് 15 വിത്തിട്ടാൽ ശരിക്കും 45 ദിവസം കൊണ്ട് വിളവെടുക്കണം. പക്ഷേ ഈ പ്രാവശ്യം 1 മാസം വൈകി. അതെന്ന് പറഞ്ഞാൽ 2.5 മാസമായി. പക്ഷേ ഈ മഴയിലും ഇങ്ങനെ കിട്ടിയത് നിങ്ങളെ പരിചരണം കൊണ്ടാണ് അല്ലേ? ഭൂരിഭാഗം സമയം ഞാൻ ഇവിടെ തന്നെയാണ്. സാധനം വിൽക്കാൻ പോകുമ്പോൾ മാത്രമേ പുറത്തേക്ക് പോലുള്ളൂ, അല്ലാത്ത സമയത്ത് ഇവിടെ തന്നെയാണ്. ഭയങ്കര സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പിന്നെ കൃഷിയിൽ ആദായകരം തന്നെയാണ്. പക്ഷേ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് മഴ പെയ്തിട്ടും പിന്നെ വെള്ളം ഇല്ലാണ്ടിയൊക്കെ നഷ്ടം ഇങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രയാസം തന്നെ. അത് ഞാനും നഷ്ടം സഹിച്ച ആളാണ്. അപ്പോൾ ഇനിയും കൂടുതൽ കൃഷികൾ ഉണ്ടാക്കട്ടെ. കൃഷി ഈ പിന്നെ ജന്മം മുഴുവൻ ഈ കൃഷിയിലൂടെ വരണം അല്ലേ? പുതിയ തലമുറക്കാർ വരാൻ മടിക്കണ ഒരു മേഖലയാണ് കൃഷി. അത് ശരിയാ. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പം കുറേയൊക്കെ അങ്ങനെ ആളുകൾ വരണ്ട്. പിന്നെ ഇപ്പം കൃഷി എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമാണ്. അത് നമുക്ക് കർഷകരെ അപേക്ഷിച്ചിട്ട് വലിയൊരു സന്തോഷം തന്നെയാണ് അല്ലേ? അതെ, നമ്മളച്ഛനൊക്കെ കർഷകന്. പക്ഷേ ഒരു കാലത്ത് ഒരു അംഗീകാരം എൻ്റെ അച്ഛനൊന്നും കിട്ടിയില്ല. ഇവിടെ എൻ്റെ അച്ഛന് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ആർക്കും കൃഷി ചെയ്തിട്ടിൻ്റെ പേരിൽ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. ഒരു മിലിറ്ററിക്കാരനായിട്ട് ചെറിയൊരു ഇന്റർവ്യൂ എടുത്തു. ഞാനൊരു മിലിറ്ററിക്കാരനാണ്, പഴയ മിലിറ്ററിക്കാരനാണ്. പട്ടാളക്കാരനല്ലേ? ഓക്കെ. അപ്പോൾ പട്ടാളക്കാരൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ സെലിബ്രിറ്റീസിനെല്ലാം ആദരിക്കേണ്ടത് കർഷകരെയാണ് ആദരിക്കുക. ഭൂമിയിൽ ഭക്ഷണം കഴിക്കേണ്ട ഒന്നുമില്ല. അവരാണ് ആദരിക്കേണ്ടത്. ഇതിപ്പോൾ കർഷകർക്ക് ആദരവ് കിട്ടാൻ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. നമുക്ക് ആ ആദരവിനല്ലേ ഉള്ളൂ. വേറെ അതിൽ ഇപ്പോൾ പഞ്ചായത്ത് 12 വർഷത്തിനുള്ളിൽ 7 പ്രാവശ്യം ആദരിക്കൽ ചടങ്ങിന് പോയത് ഞാൻ. അടുത്ത ദയാനന്ദേട്ടൻ്റെ വെണ്ടക്ക കൃഷിയാണ്. ഇത് ആനക്കൊമ്പ് ഇനത്തിൽപ്പെട്ട ആനക്കൊമ്പ്. ഇതിൽ ഇവർ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് ആരും കണ്ടൊരു രീതിയാണ് എടുക്കേണ്ടത്. ഒരു ചട്ടിയിലാണ് വെച്ചത്. ചട്ടിയിൽ എന്താ വെച്ചാൽ ചട്ടി എന്തിനാണ് വെച്ചതെന്നുള്ളതും അതിൻ്റെ ഉപയോഗം എന്താണുള്ളതും ദയാനന്ദേട്ടൻ പറഞ്ഞുതരും. ഇത് കാണുമ്പോൾ ഇത് ചട്ടിയിലാണെന്ന് തോന്നും, പക്ഷെ ഇത് ചട്ടിയിലല്ല. ഇത് താഴെയാണ്, പിന്നെ വെണ്ട താഴെയുള്ളത്. പക്ഷെ ഇത് കുറച്ച് ഉയരം കിട്ടാനും പിന്നെ ഇത് കാറ്റും മഴയും കൂടെ ഒന്നിച്ച് വന്നാൽ ഇത് വീണു. ഇത് പറഞ്ഞാൽ നല്ല വലിപ്പം വെക്കുന്ന സാധനം. അപ്പോൾ കാറ്റ് പിടിക്കും. ഇവിടെ പറഞ്ഞാൽ നന്നായിട്ട് കാറ്റ് വരുന്ന സാധനം. അപ്പോൾ പറഞ്ഞാൽ ഇതിൻ്റെ മുൻ അനുഭവത്തിൻ്റെ പേരിലാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. കാറ്റ് വന്നിട്ട് എല്ലാം വീണ അവസ്ഥ പിന്നെ അനുഭവം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് ഉയരം കിട്ടാനും പിന്നെ മുകളിലേക്ക് ഇതിന് വേര് മുകളിലേക്ക് വിട്ടു. അപ്പം പറഞ്ഞാൽ ഞാൻ ഇത് അതിനിങ്ങനെ മണ്ണിട്ട് കൊടുക്കും. ഇത് പിന്നെ പറിച്ചൊഴിവാക്കണ സമയത്ത് ആകുമ്പോഴേക്കും ആ ചട്ടി നിറഞ്ഞിട്ടുണ്ടാവും, മണ്ണ് നിറഞ്ഞിട്ട്. ഇതും നിങ്ങളെ വിൽപ്പനയൊക്കെ നേരത്തെ പറഞ്ഞ മാറ്റത്തില്ല. ഇതിപ്പോൾ എത്ര മരട് വെണ്ടക്ക വെച്ചാണ്? ഇത് 200ഓളം മരടുണ്ട്. 200ഓളം മരട്. ഇത് പറഞ്ഞാൽ ഒരുപാട് ചകവട്ടണതാ.
അതാണ് ഈ ഹൈബ്രിഡ് വിത്താകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. വിത്താണ് ഒരുപാട് ചക്ക ഇത് ഒന്നും തന്നെ ഒരു 10-30 റുപ്യൻ്റെ വരുമാനം ഒരു ദിവസം കിട്ടും. ഒരു കുറച്ച് ഇത് ശരിക്കും പ്രായമായി ആകണമെങ്കിൽ ഇതിൽ നമുക്ക് ഒരു വെണ്ടക്കന്നെ നീളം എത്ര ഉണ്ടാവും? ഒരു 40 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടാവില്ല? അതെ 40 ഇത്ര നീളം ഉണ്ടാവും. ഇത് ഇപ്പൊ തന്നെ നിങ്ങൾ ഹൈറ്റ് അയക്കണം വേണ്ടക്ക, ഇത് പറിക്കാനാണ് ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തത്തേനെ ശല്യം. അതിനെ കൊണ്ട് ഈ തത്ത ഉള്ളതിനോണ്ടാണ് ഇതിന് വലിയൊരു ചെലവൊക്കെ വലയൊക്കെ ഇട്ടിട്ട് 50,000-ഓളം രൂപ അല്ലേ പന്തലിന് ചെലവാക്കിയിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത്. 50 കൂടുതലാണ് കുറയില്ല ഉണ്ടാവും. സ്വന്തം സർക്കാർ ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്തില്ല. അതുകൊണ്ട് അവിടേക്ക് പോകാൻ സമയം കിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതാ അതിനെ കൊണ്ടാണെന്നാണ് പറയണത്. കണ്ടില്ലേ, ഇതൊക്കെ ഒരു മാതൃകയാക്കണ്ട നമ്മളവിടുത്തെ നാട്ടുകാരൊക്കെ. കാരണം ഒരു ജവാനും കൂടിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് നമ്മളെ മുദ്രാവാക്യം തന്നെ. അതിൽ പട്ടാളക്കാരനുമായിട്ട് വിലസിക്കണ്, കൃഷിക്കാരായിട്ട് വിലസിക്കണം അല്ലേ. ഇത് എത്ര മരട് ഇത് വെച്ചാണ്? ഒരു ലൈനിൽ 21 മരട് അല്ലേ. ഇപ്പം ഇത് വെച്ചത് ഇവിടെ ഇതിന്റെ അടിയിൽ പിന്നെ കുറച്ചുകൂടി ഇത് പൊന്തിയാൽ പിന്നെ ചീര നടും അല്ലേ. മിക്സഡ് ആയിട്ട് വരും അല്ലേ. ഇപ്പൊ തന്നെ ചീര ഉണ്ട് കുറച്ചേ ഉള്ളൂ. ഇല്ലാത്തതിനോട് ഒന്നത് അല്ല പിന്നെ ഈ പൈപ്പ് ഇതൊക്കെ നശിച്ചു വേണ്ട. ഇതിപ്പോ മൊത്തം എത്ര മരട് വെച്ചാണ്? മൊത്തം 180 മരട് ഉണ്ടാവും. 88 മരട്. 188 മരട് അല്ലേ. ഓക്കെ. 188 ഇത് പറഞ്ഞാൽ 188 എന്ന് പറഞ്ഞാൽ ഇതൊരു 500 മരടിന്റെ ഗുണം ചെയ്യൂല. അത്രയും ഇത് കണ്ടല്ലോ പറന്ന് പിടിക്കുക. ഞാൻ ഇപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും വിളവെടുത്ത് മറ്റേ വെണ്ടന്റെ വലിപ്പം കാണിച്ചത് ചകവട്ടി കണ്ടില്ല. എല്ലാം ഇതിനൊക്കെ നല്ലോണം ചകവട്ടിയ വേറെ ഉണ്ട്. ഹൈബ്രിഡ് ഇതുണ്ടാക്കിയാൽ നല്ലോമ്പക്ക് വിള കിട്ടും. പക്ഷെ ഇതിന്റെ വിത്ത് രണ്ടാമത് മുളയ്ക്കും. വിത്ത് ഫുള്ളായിട്ട് മുളയ്ക്കും. പക്ഷെ അത്രത്തോളം വിളവ് കിട്ടും സംശയം കിട്ടൂല അല്ലേ. അല്ല സംശയമാണ്. പിന്നെ ചിലപ്പോൾ കിട്ടിക്കൂടായില്ല. ഇതും നമ്മൾ പറഞ്ഞ അടിവളം കോഴിവളം തന്നെ. കോഴിവളം പിണ്ണാക്ക്. പിന്നെ ഞാൻ ഒരു പിന്നെ ഇത് ലായനി ഉണ്ടാക്കലുണ്ട്. അപ്പം അതിൽ 2 കിലോ പിന്നെ ഇത് കടലപ്പിണ്ണാക്ക്, 2 കിലോ പിന്നെ എല്ലുപൊടി, 1 കിലോ പിന്നെ വേപ്പും പിണ്ണാക്ക്, പിന്നെ 2 കിലോ ചാണകം, അതിലേക്ക് 15 ലിറ്റർ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് 4 ദിവസം വരെ അത് പിന്നെ ഒരു ഇതിൽ പാത്രത്തിൽ കലക്കിയെടുത്തിട്ട് പുളിപ്പിച്ചെടുത്തിട്ട് അതിൽ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചിടും. അത് നല്ലൊരു വളമാണ്. ഞാനും ചെയ്യലുണ്ട്. ഇതിൻ്റെയൊക്കെ കരുത്തിൻ്റെ പിന്നിൽ അതാണ്. ഇതിപ്പോൾ വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുകളിൽ കുട്ടിയൊക്കെ കയറി കളിക്കാൻ അത്രയും ഹൈറ്റ് ഇപ്പം തന്നെ നല്ല വണ്ണം ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ ഒരു 2 മീറ്ററിന്റെ അടുത്ത് ഹൈറ്റ് ഇല്ല, 1.5 മീറ്റർ ഹൈറ്റ് ഇപ്പൊ തന്നെ ഒരു 1.5 മാസം നിലത്തുനിന്നാണ് വരണത്. അല്ല നിലത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ ചട്ടിക്ക് അടിയില്ല. ഈ ചട്ടിയിൽ വെച്ചാൽ ചട്ടി എന്താ വെച്ചാൽ ഇതിലേക്ക് മണ്ണിട്ട് കൊടുത്ത് ഇങ്ങനെ പൊന്തിച്ച് വരിക. അപ്പോൾ എന്താ വെച്ചാൽ പുതിയ വേര് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി കിട്ടും അല്ലേ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത് പയറാട്ടാ. ഇവിടെ ലാഭകരം എന്ന് പറയുന്നത് ഇവർക്ക് കൃഷി ലാഭകരമാവാനുള്ള കാരണം എന്താ വെച്ചാൽ നേരിട്ടുള്ള ഇടനിലക്കാരില്ലാത്ത വിൽപ്പന. അതിലാണ് മൂപ്പരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ തിരക്കിനിടയിലും മാറ്റി വെച്ചിട്ട് കൃഷി തന്നെ ജീവിതം എന്നുള്ള രീതിയിൽ, ആ ജീവിതമാർഗം എന്നുള്ള രീതിയിൽ ഉള്ളൊരു വ്യക്തിയാണ്. ഇവിടെ തത്തശല്യം എല്ലാവരോടാണ് വലയൊക്കെ ഇട്ടിട്ടുള്ളത്. ഇത് ഇവിടെ പയർ കൃഷി കേട്ടാ. ഇത് ഏതാ ഇനം പയർ? പേരിക്കറിയില്ല. നല്ല പയറാണ്, നല്ല വണ്ണുള്ള പയറാണ് അല്ലേ. നല്ല ഇംഗ്ലീഷ് വളം ഇട്ടാലൊന്നും ഒരിക്കലും ഇവിടെ പയറിന് ഈ വണ്ണം കിട്ടില്ല. ഇതൊക്കെ നാടൻ വളത്തിൻ്റെ പവർ. ഇതൊക്കെ 1 മീറ്ററിൻ്റെ അടുത്ത് ഹൈറ്റുള്ള നീളം വെക്കണ പയറാണ്ടാ. ഇതാ വലുത്. ഇതാ വേടാ 1 മീറ്ററിൽ മേലെ നീളമുള്ള പയറുകളൊക്കെ ഇവിടെ ഉണ്ട്. പയറൊക്കെ അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കിയൊരു വ്യക്തിയാണ്. ഇവരെ പോലുള്ള കർഷകരൊക്കെ നമ്മൾ
മുൻനിരയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നല്ല സഹകരിക്കുക. ഇവിടുത്തെ നാട്ടുകാരും നല്ല സഹകരണം, വളരെ നല്ല സാധന. അതായത് നല്ല സാധനം നിങ്ങൾ ഉണ്ടാക്കണ സാധനം എങ്ങനെയാണെങ്കിലും അവർക്ക് അറിയാം അല്ലേ? അതെ അതെ, അതാണ് എന്നെ കൊണ്ട്. അല്ലാണ്ട് വെറുതെ നമ്മുടെ അടുത്ത് ഒരാൾ വാങ്ങുമല്ലോ, നല്ല സാധനം കൊണ്ടല്ലോ ആണ്. ഇതിനൊരു പുള്ളിക്കുത്ത് വന്ന എന്താ കാരണം? ഇത് കീടബാധ മരുന്നടിക്കില്ല എന്നുള്ള ലക്ഷണം കേട്ടോ ഈ കീടബാധയൊക്കെ വന്നത്. മരുന്നടിക്കാത്ത ഒരാളാണ്. മരുന്നടിച്ചാൽ നമ്മളും കൂടെ മരിക്കും, കൂടുതൽ ഏൽക്കുമ്പോഴാണ്. കാരണം ഞാനതിനെ കൊണ്ട് ഞാനിത് ഇങ്ങനത്തെ സാധനത്തിലൊക്കെ മാക്സിമം മരുന്നടിക്കൽ കുറയ്ക്കുക. കാരണം വെച്ചാൽ എല്ലാവരും വിചാരിക്കുന്നത് ഉപയോഗിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഈ കർഷകനാണ് ഏൽക്കുക. അപ്പോൾ മരുന്നൊന്നും അടിക്കില്ല. മരുന്നടിച്ചാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ. ഞാനൊക്കെ പുളിയർബിൻ്റെ കൂടെ ഒക്കെ കൊണ്ടുപോയിട്ടാണ്. ഇവിടെ പുളിയർബ് ഉണ്ട്, ഇതിലേക്ക് വരാതെ നോക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടി. പുളിയർബ് വന്നാലെന്ന് വെച്ചാൽ നമുക്ക് പറിക്കാൻ കഴിയില്ല. അത് വലിയൊരു കിട കണ്ട. ഇത് എത്ര പേര് വയറുണ്ട്? ഇത് അതുപോലെ തന്നെ ഒരു 150 പൂവ് ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കണം. പൂവ് അവിടെ നിൽക്കരുത് അല്ലേ? പൂവ് അവിടെ നിർത്തരുത്. ഈ പൂവൊക്കെ പൂവ് അതിൻ്റെ ഉള്ളിൽ പുഴും ഇട്ടിട്ട് മക്കളാണ്ടാവും അല്ലേ? അത് ആവണ വേഗം ഒഴിവാക്കി. ഇതെങ്ങനെയായതുണ്ടല്ലോ, ഇതെങ്ങനെയത് ഇങ്ങനെയത് അങ്ങനെ എടുക്കണം. അത് നമുക്കൊരു പുതിയ അറിവാട്ടത്. ഇത് പയർ പറിക്കുമ്പോൾ തന്നെ ഇതാണ്ട് എടുത്ത് ഒഴിവാക്കണം. മറ്റേതിൻ്റെ തട്ടിക്കിടക്കുന്ന ഭാഗത്തൊക്കെ പുഴുവരില്ല. അല്ല ഇതിപ്പോൾ നിങ്ങൾ കുഴിച്ചിട്ട് ഇപ്പോൾ ഇത് വെച്ചിട്ട് അതേ സമയം ഒരൊറ്റ ദിവസം ഇതൊക്കെ ചെയ്ത് പയറൊക്കെ പറിക്കലും നല്ലൊരു പണി തന്നെയാണ്. പയർ പറിക്കുന്നത് നല്ല പണിയാണ്. ഊര വേനൊക്കെ എടുക്കും. പയറിൻ്റെ ഇത് വിളവെടുപ്പ് കഴിഞ്ഞാണ്. ഇന്ന് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിരങ്ങിയും നല്ല അടിപൊളിയായിട്ടുള്ള പയറാണ് ഉണ്ടായിരിക്കുന്നത്. മാർക്കറ്റിങ്ങിൽ കൂടെ മാത്രമേ നമുക്കിത് കൃഷി ലാഭകരമാക്കാൻ പറ്റുള്ളൂ. മറ്റൊരു കിലോ 10 രൂപ നമുക്ക് പോലെ. 10 ഞാൻ ഇപ്പോൾ അത് 60 റുപ്യ കൊടുക്കുക. ഒരു കിലോ 60 റുപ്യ. 60 റുപ്യ അല്ലേ? അപ്പോൾ ഇതിപ്പോൾ ഓണമൊക്കെ അടുപ്പിച്ച് പറഞ്ഞാൽ 100-ലധികം വരില്ല വില. ഇപ്രാവശ്യം പ്രത്യേകിച്ച് വരും. എന്താ വെച്ചാൽ പിന്നെ എവിടെയും പയർ കൃഷി ഒന്നും വല്ലയിടത്ത് അധിക സ്ഥലത്തും വിജയിച്ചിട്ടുണ്ടാവില്ല. ഇമ്പക്ക് 100 റുപ്യയിൽ വരെ വരികയാണ് ഇമ്പക്ക് വേണ്ടത്. അല്ല, ഞാൻ ഈ വിലയ്ക്ക് വെക്കുക. 100 ആയാലും ഞാൻ 60 വെക്കുക. അത് കുറഞ്ഞാലും 60 ഞാൻ വെക്കുക. ഒരു നാടിനോടുള്ള സ്നേഹം കൂടിയാണ് അല്ലേ? സ്ഥിരമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് അവിടെ വാങ്ങിക്കൊണ്ടുപോകും. ഇവിടെ വന്ന് മേടിക്കല്ലേ? എന്താ പയർ ഇത് വലട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒറ്റ ഇതും കിട്ടൂല. കംപ്ലീറ്റ് തത്തടിച്ചു അല്ലേ? എന്താ പയർ നിലത്തൊക്കെ കിടക്കണത്. പയർ കൃഷിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് പറിക്കാൻ തന്നെ ഒരുപാട് സമയം വേണം. പയർ ഉണ്ടാക്കണതിനെക്കാട്ടി പണിയാണ് പറിക്കാൻ. അതുപോലെ വള്ളി പിടിച്ച് കെട്ടി കൊടുക്കാനും. ഈ പ്രാവശ്യം പയർ കുറവാല്ലേ? വിളവ് കുറവാ. അത് അമ്മാതിരി മഴയല്ലേ വന്നത്. മഴ കൂടുതലായിട്ട് ഉള്ളൊരു നഷ്ടങ്ങളുണ്ട്. ഓരോ അല്ലിയിലും ഈ 2 പയറുകളാണ്. മരുന്നടിക്കാത്തതിൻ്റെ ലക്ഷണം കേട്ടോ ഈ പയറൊക്കെ ഇങ്ങനെ മടങ്ങി ചുരുങ്ങിയൊക്കെ നിൽക്കുന്നത്. മരുന്നടിക്കുകയാണെങ്കിൽ ഒരു പുഴു വല്ലത് പുഴു തന്നിട്ടാണ് അങ്ങനെ ആയത്. പയറിന് ആൾക്കാർ പറഞ്ഞൊക്കെ 2 ദിവസം കൂടുമ്പം മരുന്നടിക്കും. 2 ദിവസം കൂടുമ്പോൾ മരുന്നടിക്കണം. എൻ്റെ പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.